ഹലോ. 2 ദിവസമായിട്ട് കാലം തെറ്റിയ മഴയാണല്ലേ. അപ്പോൾ ഈ മഴ പെയ്യുന്നത് എൻ്റെ മനസ്സിൽ കൂടെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ വീട് പണി സ്ഥലത്തേക്ക് ഇപ്പം രാവിലെ ഒന്നും മഴയില്ലായിരുന്നു, കുറച്ച് ഇടയ്ക്കൊന്ന് പെയ്തു എന്നുള്ളൂ. നല്ല തോർച്ച കണ്ട സമയത്ത് ഞാനും പൊന്നും സിംബയൊക്കെ കൂടി വീട് പണിയുന്നിടത്തോട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണേ. നമ്മൾ പെരയ്ക്കകത്തോട്ട് കയറി നിന്നപ്പോഴത്തേക്കും നല്ല മഴ. അപ്പം നമ്മൾ പുതിയ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമ്മുടെ ഭയങ്കര ഒരു ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ തിണ്ണക്കിരുന്ന് മഴ ആസ്വദിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. വീട് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇപ്പം എന്താ പറയുന്നത്, ചില നിമിഷങ്ങൾ നമുക്കിങ്ങനെ വീണ് കിട്ടും അല്ലേ. അതിന് കാലമോ നമ്മളോ ഒക്കെ ഇങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ തീരുമാനങ്ങളാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സിംബായും പൊന്നും കൂടി ഇരുന്ന് ഇങ്ങനെ മഴ കാണുന്നു. ഞാനും കൂടെ അവരുടെ കൂടെ കയറിയിരുന്നു കേട്ടോ. സിംബ ഫോട്ടോയൊക്കെ നന്നായിട്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ. എപ്പോൾ പറഞ്ഞാൽ മതി, പറയേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണേ. അപ്പം ഞങ്ങളുടെ ആ സന്തോഷം കൊണ്ടായിരിക്കും മഴ മാറാനൊക്കെ നല്ല താമസിക്കുന്നുണ്ട്. അപ്പം ഇന്നും എന്നത്തെയും കൂട്ട് ഞാൻ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നല്ല ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും ഒന്നും. ഇതെല്ലാം എൻ്റെ പുതിയ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി, അപ്പോൾ മഴ മാറിയിട്ടില്ല. എന്തായാലും വീഡിയോ എടുത്തതല്ലേ, അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ വീട്ടിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനകത്ത് ഈ വീഡിയോയിൽ വരാൻ ഏറ്റവും ഇപ്പോൾ യോഗ്യനായിട്ടിരിക്കുന്നത് നമ്മുടെ സിംബയാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, സിംബയെ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം പണിയില്ലാതെയൊക്കെ ഇരുന്നു. നമ്മുടെ മഴ കൊണ്ടും പിന്നെ ഈ വാർത്തിട്ടിരുന്നപ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കൊരു കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ. ആ സമയത്ത് ആരോ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ട് കളഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇവനെ നമുക്ക് കിട്ടിയത്. 2 ദിവസം പട്ടിണി ഇതിനകത്ത് കിടന്നതാണ്. നമ്മൾ അറിഞ്ഞില്ലല്ലോ, പണിക്കൊന്നും വരാത്തതുകൊണ്ട് അറിഞ്ഞില്ല. അങ്ങനെ 2 ദിവസം ഈ വീട്ടിൽ കിടന്നുറങ്ങിയാനാണ്. അപ്പോൾ അവനല്ലേ ഏറ്റവും കൂടുതൽ യോഗ്യത ഇവിടെ താമസിക്കാനല്ലേ. അങ്ങനെ അവനും കാഴ്ചയൊക്കെ കണ്ട് മടുത്ത് എൻ്റെ മടിയിൽ വന്ന് കിടന്നു കേട്ടോ. പൊന്നുവാണെങ്കിൽ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അമ്മ എന്നാ വീട് പണി കഴിയുന്നേ, നമ്മളെന്നാ അപ്പം ഇനി ഇങ്ങോട്ട് വരുന്നേ എന്നൊക്കെ. പണി ഇനി ഒരുപാട് കിടക്കുന്നതേ ഉള്ളെന്ന് കുഞ്ഞിന് അറിയത്തില്ലല്ലോ. 6 വരെ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരാൾ ചാടി എണീറ്റ് സൂപ്പർവിഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ മഴ ഇങ്ങനെ കുറച്ച് നേരമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ഞങ്ങളും കണ്ട് ആസ്വദിച്ചിരിക്കട്ടെ എന്ന് കാലം വിചാരിച്ചതാണല്ലേ. എന്തായാലും സിംബ അപ്പോഴാണ് ഈ തട്ടടിച്ചതൊക്കെ കറക്റ്റാണോ, എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടോ എന്നൊക്കെ നോക്കാൻ കയറിയിട്ടുണ്ട്. അപ്പം കമ്പി ഇട്ടേക്കുന്നതും കയറ് ഇട്ടേക്കുന്നതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി. എല്ലാം കറക്റ്റാണ്. ഇനി എന്തൊക്കെയാണോ, ഇനി കോൺട്രാക്ടർ വരുമ്പോൾ ഇനി പഴുക്കുറയാനോ വല്ല ആണോ എന്നറിയത്തില്ല. എന്തായാലും പുള്ളിക്ക് എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കണ്ടുപിടിച്ച ലക്ഷണമുണ്ട്. മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരെയും ഒന്ന് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം. പണിയെല്ലാം പൂർത്തിയായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.